പലപ്പോഴും ആവേശത്തോടുകൂടെ കേട്ട ദൈവശബ്ദങ്ങൾ, സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച ദൈവശബ്ദങ്ങൾ, പിന്നീട് ആ ദൈവശബ്ദത്തെ നമ്മൾ സംശയ കണ്ണുകൊണ്ട് നോക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ടാ. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നടക്കത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് ദൈവശബ്ദം പറയുമ്പോൾ ഭയങ്കര ആവേശവും സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ മുന്നോട്ട് ആ ദൈവശബ്ദം കേട്ട് തുടർന്നുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നടക്കത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യത്തിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളും പ്രതികൂല കാലാവസ്ഥയും കണ്ട് നമ്മൾ തന്നെ പറയും, ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, ഇതൊന്നും സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ല എന്ന് നമ്മൾ പറയാൻ സാധ്യത വളരെ കൂടുതലാ. അല്ല, നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നവരാ. പക്ഷെ ഞാൻ ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവാത്മാവ് നമ്മളോടൊരു ദൈവശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായി എത്ര വലിയ ശക്തികൾ ഉയർന്നു നിന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ ഉയർന്നു നിന്നാലും, പ്രതികൂലത്തിന്റെ ആ ഉയർന്ന അവസ്ഥ കണ്ട് പറഞ്ഞ ദൈവശബ്ദത്തെ മാറ്റി പറയുന്ന ഒരു കർത്താവിനെ അല്ല പ്രിയ ദൈവവേദലെ നീ ആരാധിക്കുന്നത്. കാരണം അവനൊരു വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നെങ്കിൽ ഉവ്വ എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നുമായിരിക്കും അതിനുള്ള മറുപടി. ഒന്നെങ്കിൽ നടത്തിത്തരും, അല്ലെങ്കിൽ നിനക്കതില്ല. ഇതായിരിക്കും കർത്താവിൽ നിന്നുള്ള മറുപടി. പലപ്പോഴും നമ്മളാ അവിശ്വാസിയായി മാറുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിപ്പോ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും നിങ്ങൾ ആ ദൈവശബ്ദത്തിൽ വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ ആ കേട്ട ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നു. അതിനി എത്ര വലിയ ശക്തികൾ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും, എത്ര വലിയ പ്രതികൂലങ്ങൾ ഉയർന്നു നിന്ന് വെല്ലുവിളിയായി നിൽക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ഒരു മഞ്ഞുപോലെ ഉരുക്കിക്കളഞ്ഞ് നിങ്ങളുടെ മേലുള്ള ദൈവിക വാക്ക്, ദൈവിക ശബ്ദം കർത്താവ് നടത്തി തരാൻ പോകുന്നു. വിശ്വസിക്കാമെങ്കിൽ ഒരു ആമീൻ പറഞ്ഞ് നിങ്ങൾ അതിനെ സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ ആ പ്രതികൂലത്തെ മഞ്ഞുപോലെ ഉരുക്കി നിങ്ങളുടെ മേലുള്ള ദൈവശബ്ദത്തെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.